Good morning, all. Good morning. Good morning. Good morning. One minute. Can you sit the Nokia louder? Nokia. ഇതാണ് ആരൊന്നും പറയാത്തെ നോക്കില്ല നോക്കി ക്ലിയർ ആണോ ഓക്കെ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ ഒപിഡിയിലെ ഒരു ക്ലയൻസിന് അതായത് ഒരു രോഗിയുടെ ഫ്ലോ പാറ്റേൺ അല്ലേ അവിടെ വരെയല്ലേ മിസ് എടുത്തത് അവിടെ വരെയല്ലേ ഓക്കെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എടുത്ത ഭാഗത്തില് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണോ നെക്സ്റ്റ് സെക്ഷൻ മിസ് എടുത്തോട്ടെ ഓക്കെ നെക്സ്റ്റ് എക്യുപ്മെന്റ് നമ്മൾ OPD-യിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതൊക്കെയാണ് അല്ലെ ഉപകരണങ്ങൾ ഏതെല്ലാമാണ് 4 തരത്തിലുള്ള എക്യുപ്മെന്റുകളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ എക്യുപ്മെന്റുകൾ രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ ഉപകരണങ്ങൾ അപ്പാരറ്റസ് എക്യുപ്മെന്റുകൾ അല്ലെ അതേപോലെ എന്താണ് തെറാപ്യൂട്ടിക് അല്ലെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നല്ലേ എക്യുപ്മെന്റുകൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ പിന്നെ എന്താണ് രോഗിയെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ കാർഡിയാക് മോണിറ്ററിംഗ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഷ്യന്റിന്റെ ഹാർട്ട് ഫങ്ഷൻസ് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ കാർഡിയാക് മോണിറ്റർ നെക്സ്റ്റ് എന്താണ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതേതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പറയുന്നത് ഡയഗ്നോസ്റ്റിക് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഇത് മാത്രമല്ല കേട്ടോ ഇനിയുണ്ട് കേട്ടോ ഒരുപാട് എക്യുപ്മെന്റുകൾ ഉണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ മാത്രം തന്നിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് പറയുന്നത് BP അപ്പാരറ്റസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് BP അപ്പാരറ്റസ് അല്ലെ നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലെ BP കൂടുതലുണ്ടോ കുറവാണോ അല്ലെ അപ്പൊ എന്താണ് BP മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെ എന്താണ് നമ്മുടെ BP ബ്ലഡ് പ്രഷർ കുറവാണോ കൂടുതലാണോ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയാണ് BP അപ്പാരറ്റസ് നെക്സ്റ്റ് പറയുന്നത് എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ ഉണ്ട് എന്തിനു വേണ്ടിയാണ് എൻഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് അബ്ഡോമിൻ അല്ലെ നമ്മുടെ സ്റ്റൊമക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വൻകുടലിന്റെ അല്ലെങ്കിൽ ചെറുകുടലിന്റെ ഫങ്ഷൻസ് അറിയാനായിട്ട് അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എൻഡോസ്കോപ്പ് മിസ് ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടോ പിക്ചർ എൻഡോസ്കോപ്പിന്റെ കണ്ടോ അപ്പൊ ഇതെന്താണ് നമ്മുടെ വായിൽ കൂടെ എന്ത് ചെയ്യും ആ ട്യൂബ് അല്ലെ നമ്മുടെ അന്നനാളത്തിലൂടെ അല്ലെ എന്താണ് ഈസോഫേഗസിലൂടെ ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉൾഭാഗോ അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചെറുകുടലിന്റെ ഉൾഭാഗോ അല്ലെങ്കിൽ വൻകുടലിന്റെ ഉൾഭാഗം എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ഒരു അപ്പാരറ്റസ് ആണ്
എൻഡോസ്കോപ്പ്. കണ്ടോ ഡോക്ടർ, നമുക്കത് ശരിക്കും എന്താണ് ആ ഒരു എൻഡോസ്കോപ്പ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇന്നർ ബോഡിയിലേക്ക് ഇറക്കുമ്പോൾ എന്താണ് നമുക്ക് അതിന്റെ ആ ഒരു പോകുന്ന പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെ. മോണിറ്ററിൽ കാണാൻ പറ്റോ ഉൾഭാഗം, സ്റ്റൊമക്കിന്റെ ഉൾഭാഗം അല്ലെ, അല്ലെങ്കിൽ വൻകുടലിന്റെ ഉൾഭാഗം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുമൂലം എന്താണ് നമുക്ക് എന്തെങ്കിലും വൻകുടലിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, ചെറുകുടലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റൊമക്ക് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ എൻഡോസ്കോപ്പ്? ആ ഒരു എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണം. നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ വയറിന്റെ അവിടെയൊക്കെ ചെറിയൊരു ഇൻസിഷൻ, ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ ട്യൂബ് കിടത്തിയാണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്നർ ബോഡി, പുറമേയുള്ള ഭാഗമല്ല, ഇന്നർ ബോഡി, ശരീരത്തിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് അവയവങ്ങൾ ഉണ്ട് അല്ലെ. സ്റ്റൊമക്ക് ഉണ്ട്, വൻകുടലുണ്ട്, ചെറുകുടലുണ്ട് ഇല്ലേ, ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റൊമക്കിനെയോ അതല്ലെങ്കിൽ വൻകുടലിനെയോ അതല്ലെങ്കിൽ ചെറുകുടലിനെയോ ഒക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു ഡിവൈസ് ആണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പിന്റെ പിക്ചർ മിസ് എടുത്തിട്ടുണ്ട്, കണ്ടോ? ആ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യന്റിന്റെ വായിലൂടെ കിടത്തിയിട്ട് നോക്കുന്നത് കണ്ടോ? എൻഡോസ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്യൂബ് പോലെയാണ് ഇതിരിക്കുന്നത്, ഒരു ട്യൂബ് പോലെയാണ് ഇരിക്കുന്നത്. ആ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വായിലൂടെ, അന്നനാളത്തിലൂടെ അല്ലെ, ഈസോഫേഗസിലൂടെ കിടത്തിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഇറക്കിയിട്ടാണ് എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ ആയോ? ഇതിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് നമുക്ക് യൂട്യൂബിൽ ഉണ്ട് കേട്ടോ. എൻഡോസ്കോപ്പി ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് എന്താണ് എൻഡോസ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഈ ഡോക്ടർ അപ്പൊ ഈ ഒരു എൻഡോസ്കോപ്പും ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, ക്യാമറ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ക്യാമറയുടെ സഹായത്തോടു കൂടി ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗല്ലേ, അന്നനാളത്തിന്റെയോ അതല്ലെങ്കിൽ അതാണ് നമ്മുടെ സ്റ്റൊമക്കിന്റെയോ അതല്ലെങ്കിൽ ചെറുകുടലിന്റെയോ വൻകുടലിന്റെയോ ഉൾഭാഗം അറിയാൻ പറ്റും. ക്ലിയർ ആണോ? അൾസർ പോലെയുള്ള രോഗങ്ങളൊക്കെ എവിടെയാണ്, സ്റ്റൊമക്കിലാണ് അല്ലെ വരുന്നത്, വൻകുടലില്, ചെറുകുടലിലൊക്കെയല്ലേ വരുന്നത് അൾസർ, കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള രോഗനിർണയത്തിന് വേണ്ടിയൊക്കെയാണ് എൻഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കാം കേട്ടോ മിസ്. ഇത് കാണുന്നുണ്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാണുന്നുണ്ടോ, സ്ക്രീനിൽ കാണുന്നുണ്ടോ, ഔട്ട് പേഷ്യന്റ് കാണുന്നുണ്ടോ? ഏ കൃഷ്ണവേണി മിസ് എടുത്തിട്ടുണ്ടല്ലോ, കുറെ പേർക്കുണ്ട്, കുറെ പേർക്കില്ല. ഓക്കെ ഓക്കെ, ഇനി ഡയഗ്നോസ്റ്റിക്കിൽ പറയുന്നതാണ് പോർട്ടബിൾ എക്സ്റേ അല്ലെ. എക്സ്റേ മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എക്സ്റേ ബോൺസിന് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ, ഒടിവുണ്ടോ, ഒടിവുണ്ടോ, ചതവുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ എല്ലുകൾക്ക് എന്തെങ്കിലും എന്താണ് ചതവോ ഒടിവോ അല്ലെ ഫ്രാക്ചറോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്
എക്സ്റേ ഡിസ്ലൊക്കേഷൻ അല്ലെ, എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ അല്ലെ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ. നെക്സ്റ്റ് പറയുന്നത് പോർട്ടബിൾ USG അല്ലെ. USG എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സോണോഗ്രഫി. അൾട്രാസൗണ്ട് സോണോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ഉയർന്ന ശബ്ദതരംഗങ്ങൾ അല്ലെ, ഉയർന്ന തീവ്രതയുള്ള ശബ്ദതരംഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് സ്കാനിങ് നടത്തില്ലേ. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ അൾട്രാസൗണ്ട് സോണോഗ്രഫി ചെയ്യാറുണ്ട് അല്ലെ, സ്കാനിങ് ചെയ്യാറില്ലേ? അല്ലേ? അപ്പൊ എന്താണ്, നമ്മുടെ ഉയർന്ന ഫ്രീക്വൻസിയുള്ള അല്ലെ, എന്താണ് ഹൈ ഫ്രീക്വൻസി സൗണ്ടുകൾ, വേവ്സുകൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ഇമേജിങ് എടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് USG എന്ന് പറയുന്നത് അല്ലെ, അൾട്രാസൗണ്ട് സോണോഗ്രഫി. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ എടുക്കുന്ന ഇതിലെന്താണ്, സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്കാനിങ്ങിന്റെ റിസൾട്ട് കിട്ടാറുണ്ട് അല്ലെ. ഇല്ലേ, അതെങ്ങനെയാണ്, ഒരു ഇമേജ് പോലെയല്ലേ ലഭിക്കുന്നത്. യൂട്രസിലും എന്താണ്, യൂട്രസിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ബേബിയുടെ അല്ലേ, ആണോ പറയേ അല്ലെ, ഇമേജിംഗ് അല്ലേ അത്. ആ ഒരു ഇമേജിംഗ് പ്രൊസീജിയറിനെയാണ് അൾട്രാസൗണ്ട് സോണോഗ്രഫി എന്ന് പറയുന്നത്, സ്കാനിങ് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എക്കോ. എക്കോ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, എക്കോ ടെസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, എക്കോ ടെസ്റ്റ് അല്ലേ. ഹാർട്ട് കണ്ടീഷൻ അല്ലെ, എന്താണ് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ. ഇതിന് പറയുന്ന ഈ ഒരു എക്കോ ടെസ്റ്റിന് പറയുന്ന വേറൊരു പേരാണ് എന്താണ്, നമ്മുടെ നെഞ്ചിന് ഡയഗ്നോസ്റ്റിക്, ഹാർട്ട് കണ്ടീഷനെ അറിയാനായിട്ട് അല്ലെ, ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്താണ്, നമ്മുടെ നെഞ്ചിനാണ് അല്ലെ സ്കാനിങ് ചെയ്യുന്നത്. ഹാർട്ട് കണ്ടീഷൻ അറിയാനായിട്ട് നമ്മുടെ നെഞ്ചിന് സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതാണ് എക്കോ ടെസ്റ്റ്. എന്താണ്, നമ്മുടെ ഹാർട്ട് ചേംബേഴ്സിനെ കുറിച്ച് അല്ലെ, നമ്മുടെ ഹാർട്ടിന്റെ വാൽവ്സുകളെ കുറിച്ച്, ബ്ലഡ് വെസൽസുകളെ കുറിച്ചൊക്കെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കാനിങ് പ്രൊസീജിയർ ആണ് എക്കോ. ക്ലിയർ ആണോ? നമ്മുടെ ഹാർട്ടിന് ചെയ്യുന്ന ഒരു സ്കാനിങ് പ്രൊസീജിയർ, അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് എക്കോ. എക്കോയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ട് ചേംബേഴ്സ് അല്ലെ, നമ്മുടെ ഹാർട്ടിന്റെ അറകൾക്ക്, നമ്മുടെ ഹാർട്ട് വാൾവ്സിന്, ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെ, ബ്ലഡ് കോട്ടായി കിടക്കുന്നുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി, വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നെബുലൈസർ. നെബുലൈസർ നമുക്കറിയാലോ, ശ്വാസം മുട്ട് അല്ലെ, ആസ്മ, പിന്നെ എന്താണ് COPD അല്ലെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, എന്താണ് നമുക്ക് ശ്വാസമുട്ട്, ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെയാണ് അല്ലെ നെബുലൈസേഷൻ ചെയ്യുന്നത്. എന്താണ്, നമ്മുടെ ലങ്സിലേക്ക് നേരിട്ട് മെഡിക്കേഷൻസ് കൊടുക്കല്ലേ ചെയ്യുന്നത്, ഇൻഹേലേഷൻ തെറാപ്പി വഴി അല്ലെ, മിസ്റ്റ് രൂപത്തില് നമ്മുടെ എന്താണ് ലങ്സിലേക്ക് നേരിട്ട് മെഡിക്കേഷൻ കൊടുക്കാണ് അല്ലെ. എന്താണ്, ആ ഒരു ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് നമുക്ക് എന്താണ് കൊടുക്കുന്നത്, മരുന്നല്ലേ അതിലൊഴിച്ചിട്ട് നമുക്ക് തരുന്നത്, നെബുലൈസറില് മരുന്ന് ഒഴിച്ചിട്ടല്ലേ തരുന്നത്, നെബുലൈസേഷൻ മെഷീനില്. അപ്പൊ അതെന്താണ്, നമ്മുടെ ലങ്സിലേക്ക് അല്ലെ, മൂക്കിലെ കൂടി അല്ലെങ്കിൽ വായിലെ കൂടി ലങ്സിലേക്ക് നേരിട്ട് മെഡിക്കേഷൻസ് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലെ, അതൊരു തെറാപ്യൂട്ടിക് പ്രൊസീജിയർ അല്ലേ, ചികിത്സാപരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലേ ഇത് നെബുലൈസേഷൻ ചെയ്യുന്നത്. ശ്വാസം മുട്ട് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാല് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നെബുലൈസേഷൻ ചെയ്യിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും കഫക്കെട്ടൊക്കെ കൂടിക്കഴിയുമ്പോ ഡോക്ടർ പറയില്ലേ 2 നേരം നെബുലൈസ് ചെയ്യുന്നൊക്കെ പറയില്ലേ. അതൊരു ചികിത്സാപരമായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് അല്ലേ നെബുലൈസർ. നെബുലൈസർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ?
മിസ് കാണിച്ചു തരാം. അന്നനാളവുമായി ബന്ധപ്പെട്ട അല്ലെ, നമ്മുടെ എന്താണ് അന്നനാളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് അറിയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ചികിത്സയ്ക്കോ വേണ്ടിയിട്ടാണ് ലാറിംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. കണ്ടോ ലാറിംഗോസ്കോപ്പ്? കണ്ടോ? ഇതാണ് ലാറിംഗോസ്കോപ്പ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മിസ്സി കാണിക്കുന്നത് കണ്ടോ? ഈ അറ്റത്തുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം നമ്മുടെ വായിലേക്ക് കൂടി ഈ തൊണ്ടയിലേക്ക് കൂടി ഇങ്ങോട്ട് കിടത്തി വിട്ടിട്ട് നമ്മുടെ ഈ ഒരു പൊസിഷനിലായിട്ടാണ് ലാറിങ്സ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ലാറിങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി അവിടെ എന്തെങ്കിലും അസാധാരണമായ ടിഷ്യൂസിന്റെ വളർച്ചയുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ടോ എന്ന് അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലാറിംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വോയിസ് ബോക്സിന്റെ എന്താണ് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ലാറിംഗോസ്കോപ്പ്. ഇത് കൂടാതെ നമുക്ക് എന്താണ് തെറാപ്യൂട്ടിക്കിന് വേണ്ടിയിട്ടും ഈ ഒരു ലാറിംഗോസ്കോപ്പ് യൂസ് ചെയ്യാം. നമ്മുടെ ഈ തൊണ്ടയുടെ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലാറിങ്സിൽ എന്തെങ്കിലും ടിഷ്യൂസ് വളരുന്നുണ്ടാവുമല്ലോ, ഈ ട്യൂമറുമായി ബന്ധപ്പെട്ട്. ട്യൂമറൊക്കെ കേട്ടിട്ടില്ലേ? ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ എന്താണ് നമുക്ക് അവിടെ അസാധാരണമായ ടിഷ്യൂസിന്റെ ഒക്കെ വളർച്ചയാണ് അല്ലെ. അപ്പൊ ആ ടിഷ്യൂ ഒക്കെ എന്ത് ചെയ്യും? കരിയിച്ച് കളയില്ലേ? ടിഷ്യൂ ഒക്കെ ബേൺ ചെയ്യിച്ച് കളയില്ലേ? അപ്പൊ ആ ഒരു പ്രൊസീജിയറിന് വേണ്ടിയും അങ്ങനെയുള്ള ഒരു തെറാപ്യൂട്ടിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ലാറിംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എക്യുപ്മെന്റിനെ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് എന്നും പറയുന്നത്. ഓക്കെ ആണോ? ഈ ഒരു തെറാപ്യൂട്ടിക് ഈ ഒരു ലാറിംഗോസ്കോപ്പിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് എന്നും പറയാം, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് എന്നും പറയാം അല്ലെ. എന്താണ് നമ്മുടെ ലാറിങ്സിനെ അല്ലെങ്കിൽ വോയിസ് ബോക്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ലാറിംഗോസ്കോപ്പ് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ തൊണ്ടയുടെ ഇവിടെ എന്താണ് ക്യാൻസറോ അല്ലെങ്കിൽ അസാധാരണമായ രൂപത്തിൽ വല്ല ടിഷ്യൂസിന്റെ ഒക്കെ വളർച്ചയുണ്ടെങ്കിൽ അത് ബേൺ ചെയ്യിച്ച് കരിയിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് ലാറിംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഒരുപാട് എക്യുപ്മെന്റുകൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻസ് വേണ്ട കേട്ടോ, നോക്കി മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ആ ഒരു ബോക്സിൽ നിന്ന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ മാർക്ക് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, ബ്രോങ്കോസ്കോപ്പ് ഒരു ട്യൂബിന്റെ ആകൃതിയിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൂക്കിലൂടെ ഇങ്ങനെ കിടത്തി വിട്ടിട്ട് എങ്ങോട്ടാണ് കിടത്തി വിട? എന്തിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ലങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രോങ്കോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ ആ ഒരു പ്രൊസീജിയറില് ഡോക്ടർ ആ ഒരു പേഷ്യന്റിന്റെ മൂക്കിലൂടെ ആ ട്യൂബ് എങ്ങോട്ടാണ് കിടത്തി വിട്ടിരിക്കുന്നത്? ലങ്സിലേക്കാണ് അല്ലെ. കണ്ടില്ലേ? കാണുന്നില്ലേ? ആർക്കും കണ്ടില്ല? കാണുന്നുണ്ടോ? കണ്ടോ? ആ ഒരു പേഷ്യന്റിന്റെ അല്ലെ മൂക്കിലൂടെയാണ് ആ ഒരു ഡോക്ടർ ആ ഒരു ട്യൂബ് പോലെ ഇരിക്കുന്നത്. ആ ഒരു എക്യുപ്മെന്റ് ട്യൂബ് പോലെ ഇരിക്കുന്നത്. ആ ഒരു പേഷ്യന്റിന്റെ മൂക്കിലൂടെ നമ്മുടെ ലങ്സിലേക്ക് കടത്തി വിട്ട് ലങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പൾമനോളജിസ്റ്റ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നോക്കുന്ന ഡോക്ടർ ഇല്ലേ, ഒരു പൾമനോളജിസ്റ്റിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു ബ്രോങ്കോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലങ്സില് സെക്രീഷൻസ് ഒക്കെ അടിഞ്ഞുകൂടില്ലേ? കഫക്കെട്ടൊക്കെ കൂടുമ്പോൾ അല്ലെ, കഫൊക്കെ അടിഞ്ഞുകൂടില്ലേ? അപ്പൊ ആ ഒരു ആ ഒരു സെക്രീഷൻസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ബ്രോങ്കോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ലങ്സിലേക്ക് ഈ ഒരു ട്യൂബ് നേരിട്ട് എടുത്തിയിട്ട് എന്താണ് ബ്രീത്തിങ് ട്യൂബായിട്ടും ബ്രോങ്കോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്താണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് എന്നും പറയുന്നത്. ഓക്കെ അല്ലേ? ചോദിക്കും, ഈ ലങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിനല്ല മിസ് ഉപയോഗിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഡയഗ്നോസ്റ്റിക്കിൽ പറയാതെ തെറാപ്യൂട്ടിക്കിൽ പറയുന്നത്? ഒരു കൺഫ്യൂഷൻസ് ഇല്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ഒരു കൺഫ്യൂഷൻ ഇല്ലേ?
പക്ഷെ എന്താണ് നമ്മുടെ ലങ്സിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന സെക്രീഷൻസ് റിമൂവ് ചെയ്യാനും പിന്നെ എന്താണ് നമുക്ക് എക്സ്ട്രാ എന്താണ് ബ്രീത്തിങ് ട്യൂബ് ആയിട്ടും ഈ ബ്രോങ്കോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് എന്നും പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു 3 എക്യുപ്മെന്റിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ടായത്. അതുകൊണ്ടാണ് അതെടുത്തിട്ടത് കേട്ടോ. നെക്സ്റ്റ് പൾസ് ഓക്സിമീറ്റർ അല്ലെ. എന്താണ് പൾസ് ഓക്സിമീറ്റർ? നമുക്ക് കൊറോണ വന്ന സമയത്ത് അല്ലെ ഒരുപാട് ഫേമസ് ആയ ഒരു എക്യുപ്മെന്റ് ആണ്. മിക്ക ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ പൾസ് ഓക്സിമീറ്റർ. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ മോണിറ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് പൾസ് ഓക്സിമീറ്റർ. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ICUവിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ ഒക്കെ കൈമ വെച്ചിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടുണ്ടോ പൾസ് ഓക്സിമീറ്റർ? അപ്പൊ എന്താണ് പൾസ് ഓക്സിമീറ്റർ? അതെന്താണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് മോണിറ്റർ ചെയ്യല്ലേ ചെയ്യുന്നത്, നിരീക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡിയാക് മോണിറ്റർ അല്ലെ. കാർഡിയാക് മോണിറ്റർ എന്താണ്? ICUയിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വിധേയനാകുന്ന പേഷ്യൻസ് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ എമർജൻസി കാഷ്വാലിറ്റിയിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് അവരെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണ്ടേ. എമർജൻസി സിറ്റുവേഷനിലുള്ള പേഷ്യന്റ് ആയിരിക്കും അല്ലെ, നോർമൽ പേഷ്യന്റ് ആണ് അവര്. അപ്പം അവരുടെ എന്താണ് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. നിങ്ങൾ കണ്ടിട്ടില്ലേ കാർഡിയാക് മോണിറ്റർ? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ പോലെ അല്ലെ. അതിലെന്ത് ചെയ്യുന്നുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ ഗ്രാഫ് പോലെ. അതാണ് കാർഡിയാക് മോണിറ്റർ. അത് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം അല്ലേ മോണിറ്റർ ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് ഉണ്ട്, അതില് നമ്മുടെ എന്താണ് BP ബ്ലഡ് പ്രഷർ കാണിക്കും, ഹാർട്ടിന്റെ പ്രവർത്തനം. നെക്സ്റ്റ് ECG മെഷീൻ. ECG മെഷീൻ എന്താണ്? എക്കോ കാർഡിയോഗ്രാഫി അല്ലെ. ECGയുടെ ഫുൾ ഫോം ആണ് എക്കോ കാർഡിയോഗ്രഫി. എന്താണ്? അതും നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനമാണ് അല്ലെ മോണിറ്റർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യോ ഹാർട്ടിന്റെ പ്രവർത്തനം? കണ്ടിന്യൂസ് ആയിട്ട് ഒരു ECG മോണിറ്റർ ചെയ്യോ? ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലെ, 1 മിനിറ്റോ 2 മിനിറ്റോ അല്ലേ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ECG എടുത്തിട്ടുണ്ടോ? ഉണ്ട് ഇല്ലേ? അപ്പൊ എന്താണ് 1 മിനിറ്റ് അല്ലെ, 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഹാർട്ടിന്റെ ആ ഒരു സ്കിന്നില് ഹാർട്ട് റേറ്റ് അല്ലെ എന്താണ് നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യും ഇലക്ട്രോഡ്സുകൾ ഘടിപ്പിച്ചിട്ട് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം മോണിറ്റർ ചെയ്യുകയാണ് അല്ലെ ചെയ്യുന്നത് ECGയില്. അപ്പൊ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട് ആ ഒരു ഗ്രാഫില് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും ഫർദർ പ്രൊസീജിയർ ചെയ്യും അല്ലെ. ഓക്കെ ആയോ? ECG മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഒരു ഷോർട്ട് ടേം പീരീഡില് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ECG മെഷീൻ. ഓക്കെ ആയോ? ആ 3 ബോക്സ് ഓക്കെ ആണോ മക്കളെ? 3 ബോക്സും ഇൻസ്ട്രുമെന്റ് എടുത്തോട്ടെ ഇനി മിസ്. നെക്സ്റ്റ് IV സെറ്റ്. IV സെറ്റ് കണ്ടിട്ടില്ലേ? ഇൻട്രാവീനസ് അല്ലേ. എന്താണ് നമ്മുടെ എന്താണ് നമുക്ക് ട്രിപ്പ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ ആ ഒരു അളവ് കൺട്രോൾ ചെയ്യുന്നതിന് IV കാനുല അളവ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രിപ്പ്? അപ്പൊ നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലില് നിങ്ങൾക്ക് ട്രിപ്പ് ഇടുമ്പോ നിങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? ആ ഒരു ട്രിപ്പിന്റെ അളവ് കൂട്ടി കുറച്ചൊക്കെ ഇടാറില്ലേ? ഒരു ചക്രം പോലെ വീല് പോലെ അല്ലെങ്കിൽ സിസ്റ്ററിനെ വിളിച്ച് ചെയ്യിക്കാറൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു എക്യുപ്മെന്റ് ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് IV സെറ്റ്. ഓക്കെയോ? നമ്മുടെ ശരീരത്തിലേക്കുള്ള ആ ഒരു ട്രിപ്പിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന
ഒരു ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ് ട്രക്കിയോസ്റ്റമി. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാലും ഈ നമ്മുടെ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ബ്രീത്തിങ്ങിന് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കണം അല്ലെ? വേണ്ടേ? എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കണ്ടേ അവർക്ക്? അപ്പൊ എന്ത് ചെയ്യും, അവര് ഈ തൊണ്ടയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ എന്ത് ചെയ്യും, നേരിട്ട് ലങ്സിലേക്ക് ട്യൂബുകൾ ഇറക്കി അവർക്ക് എന്ത് ചെയ്യും, ശ്വസനത്തിനായി എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. കേയോ? അതായത് അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മുടെ ഈ ഒരു തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സുഷിരം ഉണ്ടാക്കി, ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട്, മിസ് ഒന്നുകൂടെ പറയാം, നമ്മുടെ ഈ തൊണ്ടയുടെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഇൻസിഷൻ, അതായത് ചെറിയൊരു മുറിവ് ഉണ്ടാക്കി അതിലൂടെ ട്യൂബ് എങ്ങോട്ടാണ് ഇറക്കുന്നത്, നമ്മുടെ ട്രക്കിയ അല്ലെ, നമ്മുടെ ലങ്സിലേക്ക് നേരിട്ട് ഇറക്കിയിട്ട് അവർക്ക് ശ്വസനത്തിന് വേണ്ടി, റെസ്പിറേഷന് വേണ്ടി എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ, അതിലുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ട്രക്കിയോസ്റ്റമി. ഒരു ട്യൂബ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മ ബ്രോങ്കോസ്കോപ്പ് അതേപോലെ എൻഡോസ്കോപ്പ് ഒക്കെ കണ്ട പോലെ ഒരു ട്യൂബ് പോലെ ഇരിക്കുന്ന ആ ഒരു ട്യൂബ് ഇറക്കിയിട്ട് എക്സ്ട്രാ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ ആണോ? മിസ് അത് എടുത്തിടാൻ വിട്ടുപോയി. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്ന് കാണിച്ചു തരാം. ഇൻസ്ട്രുമെന്റ് ട്രോളി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെ? ഇൻസ്ട്രുമെന്റ് ട്രോളി, ഇൻസ്ട്രുമെന്റ്സുകൾ അല്ലെ, ഹോസ്പിറ്റലിലെ പല സ്ഥലങ്ങളിലേക്ക് അല്ലെ ഇൻസ്ട്രുമെന്റ്സുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രോളിയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി. ക്ലിയർ ആയോ? എന്താണ് കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ? ലാറിംഗോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ലാറിങ്സ്, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ലങ്സ് അല്ലെ, എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നർ ബോഡി, സ്റ്റൊമക്ക്, നമ്മുടെ ചെറുകുടല്, വൻകുടല്, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയണം. ഏതാണ് നവ്യ? എക്കോ കാർഡിയോഗ്രഫി. ECG എന്ന് പറഞ്ഞാല് എക്കോ കാർഡിയോഗ്രഫി. ECG എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാർഡിയാക് മോണിറ്ററിൽ ഒരു പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ, ഹാർട്ട് ബീറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നില്ലേ അല്ലെ? അവരവിടെ ഘടിപ്പിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ? കണ്ടിട്ടില്ലേ? കാർഡിയാക് മോണിറ്റർ കണ്ടിട്ടുണ്ടോ? പക്ഷെ ECG മെഷീൻ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ഒരു ടൈം പീരീഡ് അല്ലേ അവരെ ഹാർട്ടിന്റെ പ്രവർത്തനം രേഖപ്പെടുത്തുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. 1 മിനിറ്റ് അല്ലേ? ഇത് ക്ലിയർ ആയോ? പോർട്ടബിൾ USG എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അൾട്രാസൗണ്ട് സോണോഗ്രഫിയുടെ മെഷീൻസുകൾ. നമുക്ക് എന്താണോ ഈ ഒരു മെഷീൻ പോർട്ടബിൾ ആയിട്ട്, അതായത് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു മെഷീന്റെ അടിയിൽ ചക്രങ്ങളൊക്കെ ഘടിപ്പിച്ച് കണ്ടിട്ടുണ്ടോ? നമ്മൾക്ക് പ്രഗ്നൻസി ടൈമില് ഡോക്ടർ സ്കാനിങ് റൂമിൽ കിടക്കുമ്പോ അവര് മൂവ് ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? സ്കാനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. അപ്പൊ അതെന്താണ്? ഉയർന്ന തീവ്രതയുള്ള ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിടത്തി വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒക്കെ സ്കാനിങ് ചെയ്യുന്നത് അല്ലെ, ഇമേജുകൾ എടുക്കുന്നത്. ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലാറിങ്സിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്. അതിന്റെ ആ ഒരു എക്യുപ്മെന്റ് കണ്ടോ? ഇതാണ് ആ ഒരു എക്യുപ്മെന്റ്, ലാറിംഗോസ്കോപ്പ്. അപ്പൊ ഇതിന്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ? ഇതെന്ത് ചെയ്യും? നമ്മുടെ വായയിലെ കൂടി തൊണ്ടയുടെ ഉള്ളിലേക്ക് കിടത്തിവിടും. അപ്പൊ ഈ തൊണ്ടയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ശ്വാസനാളം അല്ലെ, ലാറിങ്സ്, വോയിസ് ബോക്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വോയിസ് ബോക്സിനെ അല്ലെങ്കിൽ ലാറിങ്സിനെ എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ലാറിംഗോസ്കോപ്പ്. അപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് തൊണ്ടയിൽ ക്യാൻസർ ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങ?
തൊണ്ടയില് ക്യാൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കരിയിച്ച് കളയും അല്ലെ? ആ ടിഷ്യൂസിനൊക്കെ, അവിടുത്തെ ആ സെൽസിനെ കരിയിച്ചൊക്കെ കളയില്ലേ? ബേൺ ചെയ്യിച്ച് കളയില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ലാറിംഗോസ്കോപ്പ്, റേഡിയേഷൻ, ആ ഒരു പ്രൊസീജിയറിനൊക്കെ എന്താണ് ഈ ലാറിംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനെന്താണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് എന്നും പറയുന്നത്. ക്ലിയർ ആയോ? എക്കോകാർഡിയോഗ്രഫി, എക്കോകാർഡിയോഗ്രഫി അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയാം അല്ലെ? ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട്, നമ്മുടെ ഹാർട്ടിന് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതുമാണ് എക്കോ. ബ്രോങ്കോസ്കോപ്പ് ഒന്നുകൂടെ പറയണം. ഓക്കെ, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? സോറി, എൻഡോസ്കോപ്പ് ആണല്ലേ? സോറി, മാറിപ്പോയിട്ടെ മിസ്, സോറി. നെബുലൈസർ ഒന്നുകൂടി പറയണം. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് ഒരു ട്യൂബ് പോലെയുള്ള ഒരു എക്യുപ്മെന്റ് നമ്മുടെ മൂക്കിലൂടെ എന്താണ് നമ്മുടെ ലങ്സിലേക്ക് കടത്തി വിട്ടിട്ട് ലങ്സിനെ എക്സാമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. ഇത് നമ്മുടെ ലങ്സിൽ കൂടുതലായിട്ട് എന്താണ് കഫൊക്കെ അടഞ്ഞു കൂടില്ലേ? ശ്വാസം മുട്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് ഈ അപ്പൊ ആ ഒരു എന്താണ് സെക്രീഷ്യൻസ് റിമൂവ് ചെയ്യാനും പിന്നെ എന്താണ് നമുക്ക് ബ്രീത്തിങ്ങിനായിട്ടുള്ള എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതിനുള്ള ഒരു ബ്രീത്തിങ് ട്യൂബായിട്ട് ബ്രോങ്കോസ്കോപ്പി യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതാണ് ബ്രോങ്കോസ്കോപ്പ്. നെബുലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലങ്സിലേക്ക് നേരിട്ട് മെഡിക്കേഷൻസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് നെബുലൈസ് ചെയ്യുന്നത് വഴി. ആ ഒരു നെബുലൈസറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? മരുന്നൊഴിക്കും അല്ലെ? അസ്താലിന്റെ മരുന്നൊഴിക്കില്ലേ? അസ്താലിന്റെ മരുന്നൊഴിച്ചിട്ടില്ലേ നമുക്ക് നെബുലൈസ് ചെയ്യുന്നത്? ചിലപ്പോ നമ്മ വീട്ടുകളിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മരുന്ന് ഒഴിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ നെബുലൈസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ ഓക്സിജനും കൂടി തരും അല്ലേ? എക്സ്ട്രാ ഓക്സിജനും കൂടി തന്നിട്ടല്ലേ നമ്മൾ നെബുലൈസ് ചെയ്യുന്നത്? കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് നേരിട്ട് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് നെബുലൈസർ. ഇത് ഏത് രൂപത്തിലാണ് കൊടുക്കുന്നത്? മിസ്റ്റ് രൂപത്തിൽ അല്ലെ? പുക പോലെ, മൂടൽമഞ്ഞ് പോലെയല്ലേ ലഭിക്കുന്നത്? ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓക്സിജൻ മാസ്കും എന്തായിരിക്കും? ഇതുണ്ടാവും അല്ലേ? മൂടൽമഞ്ഞ് പോലെ ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിസ്റ്റ് രൂപത്തില് മരുന്നിരിക്കില്ലേ? ഓക്കെ ആയോ? ആസ്മ പേഷ്യൻസിന് അല്ലെ? ആസ്മ പേഷ്യൻസിന് അല്ലെങ്കിൽ കഫക്കെട്ട് കൂടുതലുള്ള ആളുകൾക്ക് അല്ലെ? അല്ലെങ്കിൽ COPD ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ നെബുലൈസ് ചെയ്യുന്നത് അല്ലെ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നമ്മുടെ പോർഷൻ തീരില്ല കേട്ടോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് OPD അല്ലെ? OPDയിലെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഏർലി ഡയഗ്നോസിസ് അല്ലെ? ഇപ്പൊ നമുക്ക് OPDയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേരത്തെ രോഗനിർണയം നടത്താലോ? ഏർലി ഡയഗ്നോസിസ് നടത്താം. ക്യൂറേറ്റീവ് അല്ലെ? നമുക്ക് രോഗശമനം ലഭിക്കുന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഡോക്ടർ മരുന്നുകൾ നമുക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് രോഗശമനം ലഭിക്കുന്നുണ്ട് അല്ലെ? ആൻഡ് പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ബേസിസ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലാം, ഡോക്ടറെ കാണാം,
എന്താണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനെയാണ് ആംബുലേറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആംബുലേറ്ററി ബേസിസിൽ, അതായത് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമുക്ക് വേണ്ട റീഹാബിലിറ്റേറ്റീവ് കെയർ അല്ലെ, പുനരധിവാസ പരിചരണവും പ്രതിരോധ പരിചരണങ്ങളും ലഭിക്കും. നമുക്ക് വാക്സിനേഷൻ ഒക്കെ ലഭിക്കുന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികൾക്കൊക്കെ അല്ലേ, പ്രതിരോധ മരുന്നുകള്. അപ്പൊ അങ്ങനെയുള്ള പ്രതിരോധ പരിചരണങ്ങളും റീഹാബിലിറ്റേറ്റീവ് കെയർസുമാണ് നമുക്ക് എന്ത് OPD യിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ് അല്ലെ. നമുക്ക് എന്താണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സയിൽ ലഭിക്കുന്നത്, ഫലപ്രദമായിട്ടുള്ള അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള ഒരു ചികിത്സ അല്ലേ OPD യിൽ ലഭിക്കുന്നത്. നമ്മ OP യിലാണ് ചെല്ലുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കാതിരിക്കുന്നുണ്ടോ? ഔട്ട് പേഷ്യന്റ് ആണ് എന്ന് വെച്ച് നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാണ്ടിരിക്കുന്നുണ്ടോ? ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു. നെക്സ്റ്റ് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിലെ അഡ്മിഷനുള്ള സ്ക്രീനിങ് നടക്കുന്നു എന്ന് വെച്ചാൽ എവിടെയാണ്, നമ്മ ഔട്ട് പേഷ്യന്റ് അല്ലെ OP യിൽ പോയിട്ട് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ചെക്കപ്പ് ചെയ്തിട്ടല്ലേ നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിടത്തുന്നത്, അഡ്മിഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താണ്, നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീനിങ് കൂടിയല്ലേ OP അല്ലേ. നമ്മ ഹോസ്പിറ്റൽ അഡ്മിഷനുള്ള ഒരു സ്ക്രീനിങ്, ഒരു നിരീക്ഷണം കൂടിയാണ് OP. നെക്സ്റ്റ് പറയുന്നത് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. നമുക്ക് ഫോളോ അപ്പ്, ഇപ്പൊ നമ്മ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഫോളോ അപ്പ് തരാണ് അല്ലെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞാൽ നമ്മ എവിടെയാ ചെല്ലുന്നത്, OP യിലല്ലേ ചെല്ലുന്നത്. അതേപോലെ എന്താണ്, നമ്മളെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് പറയില്ലേ നമ്മുടെ അടുത്ത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലെ, ഡോക്ടർ വന്ന് കൺസൾട്ടേഷൻ ചെയ്യണമെന്ന്. അപ്പോഴും നമ്മൾ എവിടേക്കാ ചെല്ലുന്നത്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലോ, ഇല്ല അല്ലെ, OP യിലേക്കായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് അത്, ഫോളോ അപ്പ് കെയറും കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള പരിചരണവും നമുക്ക് ലഭിക്കുന്നത് OP യിൽ നിന്നാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ്, ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക അല്ലെ, പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാല് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരു അവയർനെസ് തരുമല്ലോ ഡോക്ടർ അല്ലേ. 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മിസ്റ്റർ എടുത്ത് പറയുന്നത്. ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്യാൻസർ പേഷ്യൻസിന് എന്ത് ചെയ്യണം, അവർക്ക് കീമോ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം അല്ലെ, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ, ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അവരെ കുറിച്ച് ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചും ടെസ്റ്റുകളെ കുറിച്ചും കറക്റ്റ് രീതിയിൽ ആ ഒരു പേഷ്യന്റിന് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ അവയർനെസ് കൊടുക്കണ്ടേ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഇപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് ഒരു രോഗനിർണയം നടത്താണ്, ക്യാൻസർ ആണ് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ അസുഖങ്ങളാണെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഒരുപാട് വീക്ക് ആവും അല്ലെ, ഡിപ്രഷൻ ആവും അല്ലേ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്ലോലി അല്ലെ പതുക്കെ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ട ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പൊ അതാണ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് പറയുന്നത് റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർസ് അല്ലെ. എന്താണ്, പ്രതിരോധ മാർഗങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങള്, എന്താണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ റെൻഡർ ചെയ്യുക അല്ലെ, കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രിവെന്റീവ് ആയിട്ടുള്ള അല്ലെ, നമുക്ക് വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ലേ വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക്
ആരോഗ്യ പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക പേഷ്യൻസിന്. നെക്സ്റ്റ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ്? നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക അല്ലെ. ആ ഹൈജീനെ കുറിച്ച്, ഡയറ്റ് കൺട്രോളിനെ കുറിച്ച് അല്ലെ. പിന്നെ എന്താണ്? ഷുഗർ പേഷ്യൻസിന് അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. നമുക്ക് എന്താണ് ചില സ്ഥലത്ത് ക്യാമ്പുകളൊക്കെ വെച്ച് കാണിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ തരാറില്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ തരാറില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? അതൊക്കെ ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപിയിലാണ് അതെല്ലാം നൽകുന്നത്. ക്ലിയർ ആയോ? ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷനും ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനും ഒക്കെ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് അല്ലെ. എന്താണ് പ്രിവെന്റീവ്? പ്രതിരോധ ഒപിയിലെ പ്രതിരോധ ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? വെൽ ബേബി ക്ലിനിക്സ് അല്ലെ. നല്ല ആരോഗ്യ ശിശു ക്ലിനിക്കുകളിലെ കുട്ടികൾക്ക് വേണ്ട അല്ലെ. പീഡിയാട്രിക് സെക്ഷൻ ഉണ്ട് അല്ലെ ഒപിയില്. കുട്ടികൾക്ക് വേണ്ട പരിചരണങ്ങൾ അല്ലെ, ട്രീറ്റ്മെന്റുകള്, വാക്സിനേഷനുകള് അല്ലെ. ഉണ്ടോ? പീഡിയാട്രിക് സെക്ഷൻ ഇല്ലേ? അതാണ് വെൽ ബേബി ക്ലിനിക്സ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ANC ആന്റിനേറ്റൽ എന്താണ്? കെയർ. എന്താണ്? ഗർഭകാലത്തെ അല്ലെ. ഗൈനക്കോളജി സെക്ഷൻ ഇല്ലേ? ഗർഭകാലത്തെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലെ അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുക, അതൊക്കെയാണ് ANC ആന്റിനേറ്റൽ കെയർ. നമുക്ക് പ്രഗ്നന്റ് സ്റ്റാർട്ടിങ് മുതൽ അല്ലെ നമുക്ക് ഡെലിവറി കഴിയുന്നത് വരെ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കിട്ടണോ? പരിചരണങ്ങൾ കിട്ടണം അല്ലെ, ചെക്കപ്പുകൾ നടത്തണം അല്ലെ, സ്കാനിങ്ങുകൾ നടത്തണം അല്ലെ. അപ്പൊ അതൊക്കെയാണ് ANC-യിൽ ഉൾപ്പെടുന്നത്. ആന്റിനേറ്റൽ കെയർ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ANC സ്റ്റാൻഡ്സ് ഫോർ, ANC ഫുൾ ഫോം എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? മാരേജ് കൗൺസിലിംഗ് അല്ലെ. ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷനിൽ ഒരു മാരേജ് രണ്ടുപേര് അല്ലെ മാരേജ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ മാരേജ് കൗൺസിലിംഗ് അല്ലെ. ANC ആണ് കേട്ടോ. ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ എന്താണ്? നമ്മുടെ ഗർഭകാലത്ത് നമുക്ക് പരിചരണങ്ങൾ ലഭിക്കണ്ടേ? ട്രീറ്റ്മെന്റ് കിട്ടണം അല്ലെ, മരുന്നുകൾ കഴിക്കണം അല്ലെ. അപ്പൊ അതൊക്കെയാണ് ANC-യിൽ ANC-യിൽ ലഭിക്കുന്നത്. എന്താണ്? ഗർഭകാലത്തെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങളൊക്കെയാണ് ANC. ഓക്കെ ആയോ? ചോദിച്ചതാരാ? ANTE ATAL കെയർ. നെക്സ്റ്റ് മാരേജ് കൗൺസിലിംഗ് അറിയാം അല്ലെ. ഇപ്പൊ നമുക്കറിയാം എല്ലാവർക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഈഗോ പ്രോബ്ലംസ് അല്ലെ. മിക്കവാടും ഇപ്പൊ നമുക്ക് കേൾക്കുന്നതാണ് ഡിവോഴ്സ് അല്ലെ. ഡിവോഴ്സ് അല്ലെ ഒരുപാട് ഇപ്പൊ കേസുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തോ ചെയ്യണം? അവർക്ക് മാരേജിന് മുമ്പ് അവർക്ക് എന്ത് ചെയ്യണം? ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കണം അല്ലെ. എന്തേ? അപ്പൊ നമുക്കത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണോ? നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടൊക്കെയാണോ നമുക്ക് മാരേജ് കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കിയിട്ടാണോ കൊടുക്കുന്നത്? അല്ല അല്ലെ, ഔട്ട് പേഷ്യന്റ് സെക്ഷനിലല്ലേ. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. അപ്പൊ മാരേജ് കൗൺസിലിംഗ്. പിന്നെന്താണ്? പ്ലാനഡ് പാരന്റ്ഹുഡ് അല്ലേ. ഇപ്പൊ എന്താണ്? ചില ലേഡീസിനൊക്കെ കൂടുതൽ എന്താണ് പ്രഗ്നന്റ് ആയി കഴിയുമ്പോ ഡിപ്രഷൻ അല്ലെ. ഒരുപാട് ഇഷ്യൂസ് വരാം നമ്മുടെ ശരീരത്തില്. ആ ഒരു സമയത്ത് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. ആണോ? നമുക്ക് ബോഡിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ചിലർക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ചിലർക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്തുവരും? ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ.
അപ്പൊ എന്താണ് അവർക്ക് ഒരു പാരന്റ് ഒരു അമ്മയാകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു അച്ഛനാകാൻ പോകുന്നു എന്നതിന് മുമ്പ് അവർക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സുകൾ കൊടുക്കണമല്ലോ, പ്ലാനഡ് പാരന്റ്ഹുഡിനെ കുറിച്ച് അല്ലെ. അപ്പൊ അതാണ് പ്ലാനഡ് പാരന്റ്ഹുഡ്. അതൊക്കെ OP സെക്ഷനിലല്ലേ ലഭിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കുകൾ അല്ലെ, സ്കൂൾ ബേസ് ചെയ്തിട്ട് എന്താണ് കുട്ടികൾക്ക് വേണ്ട, ചിൽഡ്രൻസിന് വേണ്ട ഹെൽത്ത് ക്ലിനിക്കുകൾ കൊടുക്കുക അല്ലെ. എന്താണ് അവർക്ക് ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലെ, ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കൂടാതെ എന്താണ് ചെറിയ കുട്ടികൾക്കാണെങ്കിലും എന്താണ് ഇപ്പൊ നമുക്കറിയാം ഒരു 5ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ് ആവുമ്പോഴേക്കും അവർക്ക് പെൺകുട്ടികളാണെങ്കിൽ ഗേൾസിനാർക്ക് എന്താണ് പീരീഡ്സ് ആവുകയാണ് അല്ലെ, പീരീഡ്സ് ആവുകയാണ്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കുകള്. നെക്സ്റ്റ് പിന്നെന്താണ് കുട്ടികൾ അബ്യൂസ് ചെയ്യല് കൂടുതലാണ് അല്ലെ. ഇന്നത്തെ നമ്മുടെ സാമൂഹിക സ്ഥിതി അനുസരിച്ച് അബ്യൂസ് ചെയ്യുന്നത് കൂടുതലല്ലേ. അപ്പൊ അവർക്ക് അതൊക്കെ എന്താണ് ടച്ചിങ് അല്ലെ, ബാഡ് ടച്ച് ഏതാണ്, ഗുഡ് ടച്ച് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്, പാരന്റ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ, അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കുകള്. നെക്സ്റ്റ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ അല്ലെ. നമുക്കറിയാം എന്താണ് ചില സമയത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഉണ്ടാവും അല്ലെ, സാംക്രമിക രോഗങ്ങള് അല്ലേ. നമുക്ക് മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോഴാണ് അല്ലെ, മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഒക്കെ ആ ഭാഗത്ത് ആശാ വർക്കേഴ്സ് അവരൊക്കെ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ തരും അല്ലെ. നമ്മുടെ പരിസരം എങ്ങനെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കൽ ഡിസീസുകൾ, പകർച്ചവ്യാധികള്, ഡിസീസുകള് കൺട്രോൾ ചെയ്യുന്നതിനുള്ള, നിയന്ത്രിക്കുന്നതിനുള്ള കാര്യങ്ങൾ OP-യിലാണ് അല്ലെ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ അല്ലെ, ചികിത്സകള്, പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത് OP-യിലാണ്. നെക്സ്റ്റ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ, TB എക്സെട്ര. എന്താണ് നമുക്ക് മുൻകൂട്ടി അല്ലെ, നേരത്തെ രോഗനിർണയം നടത്താം അല്ലെ. പിന്നെന്താണ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ, TB എക്സെട്ര അല്ലെ. എന്താണ് നമ്മുടെ TB, ക്യാൻസർ അങ്ങനെയുള്ള ക്രോണിക് ഡിസീസുകൾ നേരത്തെ മുൻകൂട്ടി രോഗനിർണയം നടത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പറയാറുണ്ട് അല്ലെ, 3rd സ്റ്റേജ് ആയി അല്ലെ, 3rd സ്റ്റേജ് ആയി. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷിക്കാമായിരുന്നു അല്ലെ, കേട്ടിട്ടില്ലേ? ഫസ്റ്റ് സ്റ്റേജിലായിരുന്നെങ്കിൽ അല്ലെ ഒരുപക്ഷെ രക്ഷപ്പെട്ടേന അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു ക്രോണിക് ഡിസീസുകൾ എന്ത് ചെയ്യണം, നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിക്കണം അല്ലെ, നേരത്തെ രോഗനിർണയം നടത്തുകയും ഡിറ്റക്ഷൻ ചെയ്യുക, കണ്ടുപിടിക്കുകയും ചെയ്യുക. പിന്നെ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാല് നമുക്ക് ദീർഘനാള് അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന അസുഖങ്ങളില്ലേ. ഇപ്പൊ TB ഒക്കെ എന്താണ് നമുക്ക് ചെറുതിലെ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ പറ്റോ? ട്യൂബർകുലോസിസ് ഒക്കെ TB ഒക്കെ മാറ്റാൻ പറ്റോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരുപാട് നാള്, ക്യാൻസറും ആണെങ്കിലും എങ്ങനെയാണ് നമുക്ക് വന്നു കഴിഞ്ഞാലോ കുറെ നാള് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റുകളായിട്ട് കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കണം അല്ലെ. ആണോ? അപ്പൊ ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് ജീവിതാവസാനം വരെ നിലനിൽക്കുന്നതോ ആയ അസുഖങ്ങളെയാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെയായോ? എവിടെ ചോദിച്ചാലും പറയണട്ടാ ക്രോണിക് ഡിസീസ് എന്താണ്, പിന്നെ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ അഡ്വൈസ് അല്ലെ. എന്താണ് ആളുകൾക്ക്, നമ്മുടെ പീപ്പിൾസിന് അല്ലെ, ആളുകൾക്ക് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ന്യൂട്രീഷൻ അഡ്വൈസുകൾ അല്ലെ, പോഷകാഹാര അഡ്വൈസുകൾ, ഉപദേശങ്ങൾ കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ് അല്ലെ. എന്താണ് നമുക്ക് ഡിസബിലിറ്റീസ്, വൈകല്യങ്ങൾ വരാൻ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്പ് അല്ലെ, അംഗവൈകല്യങ്ങൾ വരാം. അപ്പൊ അതിനുള്ള പ്രിവെൻഷനും പ്രതിരോധ മാർഗങ്ങളും റീഹാബിലിറ്റേഷൻ, പുനരധിവാസ സേവനങ്ങൾ, ഫിസിയോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കില്ലേ, ഫിസിയോതെറാപ്പി. അപ്പൊ ഫിസിയോതെറാപ്പി ഒക്കെ എങ്ങനെയാണ്, OP-യിലല്ലേ കൊടുക്കുന്നത്, ഔട്ട് പേഷ്യന്റ് ബേസിസിലല്ലേ കൊടുക്കുന്നത്.
അപ്പൊ അതാണ് എന്താണ് റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. ഓക്കെ ആണോ അത്? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് OPD. രണ്ട് തരത്തിലുള്ള എന്താണ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. ടു ടൈപ്സ് ഓഫ് OP സർവീസസ്. ഫസ്റ്റ് പറയുന്നത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഡിസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഫസ്റ്റ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ concise area which includes all diagnostic and therapeutic facilities being provided in the same place. എന്താണ് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുടെ രോഗനിർണയങ്ങളും ചികിത്സാപരമായ സേവനങ്ങൾ സൗകര്യങ്ങളും എന്താണ് ഒരു സ്ഥലത്ത് തന്നെ കൺസൈസ്, അതായത് ഒരു സംക്ഷിപ്തമായ ഒരു ഏരിയയിൽ തന്നെ കൊടുക്കുന്നതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. നമുക്ക് ഈ ക്യാമ്പ് ഒക്കെ കാണാം മിസ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാമ്പ് ഒക്കെ നടക്കാറില്ലേ? ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പുകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു മെഡിക്കൽ ക്യാമ്പില് എന്താണ് എല്ലാവരും ഒരു ഹാളിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പീഡിയാട്രിഷ്യൻ ഉണ്ടെങ്കിൽ പീഡിയാട്രിഷ്യൻ, ഐന്റെ ഡോക്ടർ ഉണ്ടെങ്കിൽ ഐ ഡോക്ടർ, അല്ലെ? കാർഡിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ, എല്ലാവരും ഒരു ഏരിയയിൽ തന്നെ ഇരിക്കുന്നത്. അവിടെ തന്നെ എന്തുണ്ടാവും? എക്യുപ്മെന്റുകൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ എന്താണ് എല്ലാ ഫെസിലിറ്റീസും, എല്ലാ രോഗനിർണയ ഫെസിലിറ്റീസും, എല്ലാ ചികിത്സാപരമായ സൗകര്യങ്ങളും ഒരു സ്ഥലത്ത് മാത്രം കൊടുക്കുന്ന, പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? പണ്ടൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയായിരുന്നു, അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റല് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അങ്ങനെയായിരുന്നു, അല്ലെ? എല്ലാ ഡോക്ടേഴ്സും ഒരു പ്രത്യേക ഒരു ഹാളിൽ ഇരുന്നിട്ട് അവിടെ പല ഏരിയാസിൽ ഇരിക്കും, അല്ലെ? ഓരോ ഏരിയാസിൽ ഇരുന്നിട്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്യും, അല്ലെ? ഇപ്പൊ അങ്ങനെയാണോ? അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോ റൂമുകൾ ഉണ്ടാവും, അല്ലെ? അല്ലെ? പീഡിയാട്രിക് സെക്ഷൻ ഇന്നതാണ്, അല്ലെ? ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോകണം, അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകണം, അല്ലെ? സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകണം. അല്ലെങ്കിൽ കാർഡിയോളജി ഡോക്ടർ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അല്ലെ? അപ്പൊ എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ സർവീസസ് ആർ എല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒരു പ്രത്യേക ഒരു ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഏരിയാസ്. ഓരോ സർവീസുകളും അവർക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലെ ഡിപ്പാർട്ട്മെന്റുകളിൽ നൽകുന്നു, അല്ലെ? ഇപ്പൊ അങ്ങനെയല്ലേ? നമ്മ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാല് എന്താണ് കാർഡിയോളജി എവിടെയാണെന്ന് നോക്കുമ്പോ പറയും, അല്ലെ? ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറയും, അല്ലെ? അതല്ല എന്താണ് പൾമനോളജി ചോദിക്കുമ്പോൾ തേർഡ് ഫ്ലോറിലാണെന്ന് പറയും. അപ്പൊ അവർക്കൊക്കെ എന്തുണ്ടാവും? ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. ഓരോ അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഓരോ ഡോക്ടർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെ? അവർക്കുള്ള വാർഡുകൾ ഉണ്ടാവും, അല്ലേ? കാർഡിയോളജി വാർഡ് വികേന്ദ്രീകരിച്ച് ഓക്കെ, അവർക്കുള്ള വാർഡുകൾ ഉണ്ടാവും, അല്ലെ? കാർഡിയോളജി വാർഡ്, ഗൈനക്കോളജി വാർഡ്, അല്ലെ? ഓരോ സർവീസുകളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് നൽകുന്നതിനെയാണ് ഡിസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. പേഷ്യൻസിനെ അനുസരിച്ച് എത്ര തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്? പേഷ്യൻസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, അല്ലെ? ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്? ജനറൽ ഔട്ട് പേഷ്യന്റ് ഉണ്ട്, എമർജൻസി ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഉണ്ട്, അല്ലെ? ജനറൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പനി വന്നു അല്ലെങ്കിൽ ചുമ വന്നു, അല്ലെ? അപ്പൊ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇന്ന ദിവസം നമ്മളെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? General outpatient. Okay, all patients other than emergency who report directly to OPD എന്താണ്? നമ്മ എമർജൻസി അല്ലാതെ നമ്മ നേരിട്ട് ഔട്ട് പേഷ്യന്റിൽ പോയി
റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. നമ്മ പനിയൊക്കെ വന്നാല് നമ്മ എമർജൻസിയിൽ പോകുമോ? അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ മാത്രമാണ് അല്ലെ നമ്മ എമർജൻസിയിൽ പോകുന്നത് അല്ലേ? അതല്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യും, ഒ പിയിൽ പോയി ചീട്ടെടുത്ത് ഡോക്ടറെ കാണല്ലേ ചെയ്യുന്നത്. ഒ പിയിൽ പോയിട്ട് നമ്മ ചീട്ടെടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് ഡോക്ടറെ കാണുന്നു. അപ്പൊ അതാണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. നെക്സ്റ്റ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് എന്ത് വേണം, എമർജൻസി ആയിട്ടുള്ള അല്ലെ പെട്ടെന്ന് തന്നെ അവർക്ക് മെഡിക്കൽ കെയർ ലഭിക്കണം. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ്, അസഹ്യമായ അബ്ഡോമൻ പെയിൻ അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ഹാർട്ടിന് നെഞ്ചുവേദന വന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എമർജൻസി, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ ഗുരുതരമായി പൊള്ളലേറ്റു അല്ലെ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, നമ്മ ഒ പി പോയി ചീട്ടെടുക്കാനൊക്കെ നിൽക്കോ? ഒ പി പോയി ചീട്ടെടുക്കാനൊക്കെ, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴാം ഇല്ല അല്ലെ. നമ്മൾ നേരിട്ട് എന്ത് ചെയ്യും, കാഷ്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കല്ലേ പോകുന്നത് അല്ലേ. അപ്പൊ അതാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. നെക്സ്റ്റ് പറയുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് അല്ലെ. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് ഡോക്ടർ റെഫർ ചെയ്യുമല്ലോ. അപ്പൊ നമ്മ എന്താണ്, ഫിസിഷ്യനെ കാണുമ്പോൾ ഫിസിഷ്യൻ പറയും അല്ലെ, ന്യൂറോനെ പോയി കാണും, നമുക്ക് തലവേദന അല്ലെങ്കിൽ തലക്ക് ഭയങ്കര തരിപ്പ്, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ പറയല്ലോ, ഫിസിഷ്യൻ പറയും ന്യൂറോനെ റെഫർ ചെയ്യാ, ന്യൂറോ ഡോക്ടറെ പോയി കാണാൻ പറയും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഓർത്തോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഓർത്തോ ഡോക്ടർക്ക് റെഫർ ചെയ്യും അല്ലേ. അപ്പൊ അതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. നമ്മളെ ഒരു ഡോക്ടർ, നമ്മ കാണുന്ന ഒരു ഡോക്ടർ വേറൊരു ഡോക്ടർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? എടുത്തതും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.